സഹൃദയരെ ഭക്ഷണ വിശ്വാസികളെ, അതായത് സുഹൃത്തുക്കളെ, ഞാൻ വന്ന് ഒരുപാട് പേര് ലുലു മോളിലെ 50% ഓഫറിനെ വിമർശിക്കുന്നത് കണ്ടു. വെളുപ്പിനെ തന്നെ ഒരു ബസ്സും പിടിച്ച് കുടുംബസമേതം അതിനകത്ത് പോയി കിടന്നിട്ട് വെളുക്ക ക്യൂ നിന്ന് ഇടികൊണ്ട് തൊഴിവാങ്ങി കൈ കിട്ടിയതെല്ലാം മേടിച്ച് വീട്ടിൽ വന്നിട്ട് പറയും ലുലു മോളിൽ ഓഫർ ഒന്നുമില്ല, മൊത്തം പറ്റിപ്പ്. യൂസഫ് അലിയേക്കാൾ കൂടുതൽ ലുലു മോൾ കണ്ട ടീമാണ് ഇതൊക്കെ പറയണത്. സുഹൃത്തുക്കളെ, ലുലു മോൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ല. അവിടെ പോകാതിരിക്കുന്ന സാധനങ്ങളും എക്സ്പയർ ആവാൻ കുറച്ച് മാസങ്ങൾ മാത്രമുള്ള സാധനങ്ങളുമായിരിക്കും മിക്കവാറുമുള്ള എല്ലാ മോളുകളും എല്ലാ ബിസിനസ് ഫേമുകളും ഇതുപോലെ എന്തെങ്കിലുമൊക്കെയുള്ള ഓഫർ ഇട്ട് വിൽക്കുന്നത്. ഈ പോയവരാരും അവിടെ നിന്ന് ഒന്നും വാങ്ങാതെ ഉറപ്പായും മടങ്ങി കാണില്ല. ചില ലോക്കൽ പ്രൊഡക്ട്സിനൊക്കെ അവർ 50% ഓഫർ കൊടുക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർക്ക് 20%, 10% ഒക്കെ ആയിരിക്കും ഓഫർ. കാശുണ്ടാക്കാനാണ് കോടികൾ മുടക്കി യൂസഫ് അലി മോൾ തുടങ്ങിയത്, അല്ലാതെ ഒരിക്കലും നാട്ടുകാരെ നന്നാക്കാനല്ല. ചിലർ പറയുന്നത് കേട്ട് മുമ്പ് വില കുറവുണ്ടായിരുന്ന സാധനം ഓഫർ ആയപ്പോൾ വില കൂട്ടിയിട്ട് 50% വിൽക്കുന്നുവെന്ന്. ഒക്കെ ഒരു വസ്തുവിന്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസിന് മുകളിൽ ഒരിക്കലും വില കയറ്റിയിട്ട് വിൽക്കാൻ സാധിക്കില്ല. ഇനി അവർ കച്ചവടം നടക്കാൻ പല തരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളും ഉപയോഗിക്കും. അതിലവർ വില കയറ്റുകയും വില കുറയ്ക്കുകയും ഡിസ്കൗണ്ട് തരികയും ചെയ്യും. പൊതുബോധം വെച്ച് ഇതെല്ലാം മനസ്സിലാക്കി നമുക്ക് ആപ്റ്റ് ആകുന്ന, നമ്മുടെ ബജറ്റിന് ഒതുങ്ങുന്ന, നമുക്ക് ലാഭമെന്ന് തോന്നുന്ന വസ്തുക്കൾ മാത്രം നമ്മൾ വാങ്ങിക്കുക. ശേഷം മടങ്ങി വീട്ടിൽ പോകുക, സുഖമായി കിടന്നുറങ്ങുക. സുഹൃത്തുക്കളെ, കച്ചവടം എന്ന വാക്കിന്റെ മലയാളം വ്യാഖ്യാനം നിങ്ങളൊന്ന് നോക്കൂ. അതിൽ നിങ്ങൾക്ക് കപടം കാണാൻ സാധിക്കും.